ഹായ് ഹലോ നമസ്കാരം. രാവിലെ 5:45. ഇന്ന് ജൂൺ 1, 2025. ഒരു 5 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. ഇന്ന് ദേവുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഒരു സർപ്രൈസ് ഒപ്പിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ. കുറച്ച് ബലൂണൊക്കെ രാത്രി തന്നെ റെഡിയാക്കി. പക്ഷെ നേരം വെളുത്ത് വന്ന് നോക്കുമ്പോൾ കുറേയൊക്കെ പൊട്ടിക്കിടക്കുന്നു. ബാക്കിയുള്ളത് രാവിലെ സെറ്റാക്കി. ദേവു എൻ്റെ അനിയത്തിയുടെ മോളാണ് കേട്ടോ. വായന വലിയ ഇഷ്ടമാണ് അവൾക്ക്. അവളോട് ചോദിച്ചിട്ട് അവൾക്ക് വേണ്ട ബുക്സ് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ പോയി ക്രോസ് വേർഡിൽ നിന്ന് വാങ്ങി. അവളെ കാണിക്കുകയും ചെയ്തു കേട്ടോ. ഇന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടേ, പക്ഷേ അത് കയ്യിൽ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വാങ്ങാൻ വരുമ്പോൾ ഒരു സർപ്രൈസ് ആയ പോലെ എൻ്റെ വ്ളോഗിന് വേണ്ടി അവൾ അഭിനയിച്ചു തരാമെന്നൊക്കെ വാക്ക് പറഞ്ഞിട്ടുണ്ട്. രാവിലെ അതും പറഞ്ഞ് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പോണേ. ഇതാണ് ഞാൻ പറഞ്ഞ ഗിഫ്റ്റ്. 3 ബുക്കുകളുടെ ഒരു സീരീസാണ്. അവൾക്കുള്ള ഈ റിയൽ സർപ്രൈസിനെ പറ്റി ഒരു ക്ലൂ അവൾക്കില്ല. അവക്കെന്നല്ല, എൻ്റെ അനിയത്തിക്കോ അച്ഛനോ അമ്മയ്ക്കോ ആർക്കും തന്നെ ഇല്ല. ഈ സർപ്രൈസിൽ എല്ലാവരെയും ഒന്നിച്ചൊരു ഫ്രെയിമിൽ ഞെടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചിട്ടുണ്ട്. റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. മാളും മനുവും കൂടെ ദേവുവിനെ വിളിച്ചോണ്ട് വരാൻ പോയിട്ടുണ്ട് അപ്പുറത്ത്. ഇനി നിങ്ങൾ നേരിട്ട് കാണാം. എല്ലാം ആയോ? ശരിക്കും സാധനം കൊടുത്തോണ്ട് ഇത് അഭിനയിക്കാൻ ഇന്ന് ഇപ്പൊ പോയി കേട്ടോ. അതെ കേക്ക് തുറന്നു വെക്കടി. ആ എന്നാ പുറത്തേക്ക്. എന്ത് ദൈവമേ, സർപ്രൈസ്. നിങ്ങൾ പറയേ, എൻ്റെ എഫേർട്സ് സക്സസ് ആയില്ലേ? ദേവ് മാത്രമല്ല, എല്ലാവരും ഒന്ന് ഞെട്ടി. ഞങ്ങൾ അവരെ ഒന്ന് ഞെട്ടിച്ചു. ഇനിയിപ്പോൾ കേക്ക് കട്ടിങ്ങിന് കൂടെ ആരൊക്കെ നിൽക്കണം എന്നുള്ള തർക്കമാണ് കേട്ടോ. വീഡിയോയിൽ വരുന്ന കേസാണല്ലോ, ഞാൻ വ്ളോഗ് ഇടുന്നു അറിയാം. പ്രതീക്ഷിക്കാത്ത പരിപാടി ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ നിൽക്കുന്ന കോലത്തിലും ആണല്ലോ. അപ്പോൾ പിന്നെ ഈ ഒരു തർക്കം സ്വാഭാവികം. അപ്പോൾ നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. Happy birthday, dear Devu. Happy birthday to you. അങ്ങനെ മാളും ദേവു ഒഫീഷ്യലി ദ ഡീൻ. ഇന്ന് ദേവുവിനൊക്കെ വേറെ ചില കാര്യങ്ങളുള്ളതുകൊണ്ട് ഒഫീഷ്യൽ കേക്ക് കട്ടിങ് ചെറിയ തോതിൽ ഇന്നലെ വൈകിട്ട് തന്നെ ഞങ്ങൾ ചെയ്തു കേട്ടോ. രേണു കേക്ക് വാങ്ങിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ അത് കട്ട് ചെയ്തു. അതിൻ്റെ ചില ഷോർട്സും ഞാൻ അവസാനം കൊടുത്തേക്കാം, കാണണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.